അടി കൊടുത്തില്ലേ? ഈ ജോണിക്കുഞ്ഞ് എന്ത് തെറ്റാണോ ചെയ്തത്? പാവപ്പെട്ട ഈ നാട്ടുകാർക്ക് വേണ്ടി ബസ്സിറക്കാൻ ശ്രമിച്ചതോ? ഈ ജോണിക്കുഞ്ഞെ ഈ നാട്ടുകാരെ കണ്ണിലുണ്ണിയാ. ഇതൊന്നും അല്ലല്ലോ നമ്മളടുത്ത് പറഞ്ഞിട്ട് വേറെ ഒരു. ഇനി ജോണിക്കെതിരായിട്ട് ആരെങ്കിലും പരാതിയായിട്ട് വന്നാൽ ആദ്യം വിടിച്ച് ലോക്കപ്പിൽ കയറ്റുന്നത് പരാതിക്കാരനെയായിരിക്കും. ഈ ചാക്കപ്പൻ എന്റെ നാട്ടുകാരനാ. ഈ ഞാൻ ഈ ജോണിച്ചന്റെ കൂട്ടുകാരനാ. ഈ ജോണിച്ചൻ ഈ നാട്ടുകാരുടെ കൂട്ടുകാരനാ. ഒരേ കൂടിപ്പോയത് കൂട്ടുകാരനാന്ന് ഇഷ്ടപ്പെട്ടു. പകൽപൂരം. അപ്പൊ ജോണിക്കുഞ്ഞേ ലോങ് ലീവ്. ആയിക്കോട്ടെ. അപ്പനെ കയറി അവസരപ്പെന്ന് വിളിച്ചാലുണ്ടല്ലോ ഇടിച്ച പരിപ്പെടുത്തുകളെ റാസ്കൽ. ഇങ്ങോട്ട് ഒന്നര ഇഞ്ച്. അയ്യോ ഇതെന്ത് കഥ? അപ്പ കണ്ടവനെ അപ്പാന്ന് വിളിച്ച ഔസേപ്പച്ചൻ. അത് തന്നെ കഥ. പോയോ ജോണി? സമ്മതിച്ചു ജോണിക്കുഞ്ഞെ, സമ്മതിച്ചു. അവന്മാരുടെ വരവ് കണ്ടപ്പോ ഞാനിങ്ങ് വരണ്ടു പോയി. ഇതെങ്ങനെ സാധിച്ചു? നിസ്സാരമല്ലേ? ആ ഔസേപ്പിന്റെ ഇടത്തെ തെറ്റേക്കാരുന്ന മകരവിളക്കുണ്ടല്ലോ, അത് ആശാൻ പണ്ടൊന്ന് പൂശിയല്ലേ? അയ്യോ ദിവ്യൻ. പ്രസിഡന്റ്, നാളെ തന്നെ നമ്മൾ ബസ് ഇറക്കാൻ തീരുമാനിച്ചു. ഞാൻ തന്നെ നേരിട്ട് കണ്ട് എല്ലാവരും ക്ഷണിക്കാം. അയ്യോ അയ്യോ, ഞാനിതിനൊക്കെ ഞാനൊരു വരം. അതൊക്കെ പിന്നെ. അയ്യോ, ആ ചീറ്റ ഔസേപ്പ് ഇങ്ങനെ ചീറ്റി പോകുന്ന ആരെങ്കിലും കരുതിയോ? ഇനി ആ കരിപ്പിടി ഗോപി മാത്രമാണ് ഏക ആശ്വാസം. അതിന് അയാൾക്ക് ജാമ്യം കിട്ടാൻ ഒരാഴ്ച കൂടി കഴിയണ്ടേ? ആ കരിപ്പിടി വന്ന് ലിവറിനെ ഫ്രൈ ആക്കുന്നത് വരെ നമ്മൾ സഹിച്ചേ പറ്റൂ. അതെ അതെ. ജോണി സാർ, നാളെ മുതൽ ഞങ്ങൾ ബസ് ഇറക്കിയാലോ എന്ന് ആലോചിക്കുകയാണ്. ഇറക്കണം, തീർച്ചയായിട്ടും ഇറക്കണം. അത് നാട്ടുകാരുടെ ഒരു ആവശ്യമല്ലേ? അതെ അതെ അതെ. ജോണിച്ചായ ഒന്നും അറിയണ്ട, എല്ലാം ഞങ്ങളേറ്റു. അല്ലേ സഖാവേ? അല്ല, ആർക്കെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ. വിരോധോ? എന്തിന്? നാട്ടുകാരുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ജോണിച്ചായ? അല്ല, നേതാവൊന്നും മിണ്ടുന്നില്ല. ഇനി എന്തെങ്കിലും വിരോധം ഉണ്ടാവും? എന്ത് വിരോധം? ഒന്നുമില്ല, ഹാപ്പിയാ. നേതാവ് പറയട്ടെ, ഉണ്ടോ നേതാവേ? ഇല്ല. ഇതെന്ത് പറ്റി? ബാധ കയറിയ ശബ്ദം ഇതുവരെ ശരിയായില്ലേ? ചുക്ക് വെള്ളം കുടിച്ചാ മതി. അങ്ങനെയാ ദാസേട്ടൻ ചെയ്യാറ്. ആ സാധകം ചെയ്താലും മതി. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ എന്നാ പിന്നെ നാളെ കാണാം. കാറിങ്ങിന് അനുമതി കിട്ടി. ഇതാണ് വലിയ കാര്യം. അയ്യോ, അതൊരു നിസ്സാര കാര്യമല്ല ജോണിക്കുഞ്ഞെ. ജോണിക്കുഞ്ഞ് ഈ നാടിന്റെ രക്ഷകനാണ്. നോക്കിക്കോ, ഇന്ന് ജോണി മോന് ഞങ്ങളൊരു സ്വീകരണം ഒരുക്കും. ഈ നാടിന്റെ കണ്ണിലുണ്ണിയായ ജോണിക്കുഞ്ഞിനെ ഞങ്ങൾ ഒരുക്കുന്ന അതിഗംഭീര സ്വീകരണം. ജോണിക്കുഞ്ഞ് സ്വീകരണം ഒന്നും വേണ്ട. ഇന്നത്തോടെ ഞങ്ങളുടെ ജോലി തീർന്നല്ലോ. കഴിയുമെങ്കിൽ ഇന്ന് തന്നെ ഞങ്ങളെ തിരിച്ചു ജോണിക്കുഞ്ഞിനെ അങ്ങനെയൊന്നും ഞങ്ങൾ വിടില്ല. എന്താ അത്ര ധൃതി? എന്റെ അപ്പോയേട്ട, ഈ വാമനപുരം പോലെ ഒരുപാട് ബസ് റൂട്ടുകൾ ഈ ജോണിയും പ്രതീക്ഷ കാത്തിരിക്കുന്നുണ്ട്. അവിടേക്ക് ഈ ജോണി ചെന്നെത്തിയേ തീരൂ. എന്തായാലും കുറച്ചു ദിവസം ജോണിക്കുട്ടൻ ഞങ്ങളുടെ കൂടെ നിന്നേ തീരൂ. ജോണിക്കുട്ട, മോൻ ചെയ്ത ഉപകാരത്തിന്റെ വില എന്താണെന്ന് മോന് മനസ്സിലായി കാണില്ല. ഒരു സാധു പഞ്ചായത്ത് പ്രസിഡന്റ് ജീവിതാഭിലാഷമാണ് സാധിച്ചതെന്ന്. അതുകൊണ്ട് മോൻ 2 ദിവസം കൂടി ഇവിടെ നിൽക്കണം. നിങ്ങളെ പറ്റില്ലെങ്കിൽ ഞാൻ ചാവും. എനിക്കൊന്നും കേൾക്കണ്ട. മറ്റന്നാ എന്റെ മകളുടെ വിവാഹമാണെന്ന് അറിയാലോ. നാളെ രാത്രി നമ്മൾ ഒരുമിച്ച് കൂടുന്നു. പിറ്റേന്ന് രാവിലെ എന്റെ മോടെ കല്യാണം കൂടിയിട്ട് ഞങ്ങൾ സന്തോഷത്തോടെ ജോണി മോനെ യാത്ര. ഒരു പക്ഷേ പ്രസിഡന്റ് പറഞ്ഞ അതിന്റെ മറുത്ത് പറയരുത്.
എന്തൊക്കെ പറഞ്ഞാലും ശരി, നാളെ എന്റെ സന്തോഷത്തിന് വേണ്ടി ജോണി മോനി ചിരി കഴിച്ചിരിക്കും. ലോകത്തുള്ള എല്ലാ ബ്രാൻഡുകളും എന്റെ വീട്ടിൽ വന്നിരിക്കും. അപ്പൊ ഓക്കെ, നമ്മൾ ഒന്നിച്ചു കൂടുന്നു, ഒരുമിച്ച് കൂടുന്നു. ജോണി മോനെ കൺട്രോൾ കൺട്രോൾ കൺട്രോൾ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സന്തോഷത്തിന് വേണ്ടി കഴിക്കുന്നത്. ഈ ജോണിയുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരാൻ പോകുന്നതിന്റെ സൂചനയാണ്. എന്ത് മാറ്റം? എന്ത് മാറ്റം പറയൂ. അതൊരു സസ്പെൻഷൻ ആയിരിക്കട്ടെ. നീ ഇത്ര വലിയ കേമനാണല്ലോ, എന്നിട്ട് എന്താ ഇതുവരെ കല്യാണം കഴിക്കാത്ത? റൈറ്റ്. മണിയറ ഒരുക്കണമെന്ന് മോഹം ഉണ്ടായിരുന്നു, പക്ഷെ മണി തികഞ്ഞില്ല. മതി മതി, ഇതൊന്നും ഒന്നും അല്ല. ഞാൻ പണ്ട് ഭയങ്കര തമാശക്കാരനായിരുന്നു. പിന്നെ ഈ അടി ഇടിയൊക്കെ തുടങ്ങി ട്രാക്ക് മാറിപ്പോയതല്ലേ. പഴയത് കാണണോ? പഴയത് കാണണോ? എനിക്ക് എന്റെ ലിവർ മോന്റെ തമാശ കാണാൻ കൊതിയായി. ലിവർ മോനല്ല, ജോണി മോൻ. അല്ല, ഇനി എന്റെ ലിവർ മോനാണ്, എന്റെ ലിവറിന്റെ ലിവർ. സംഗതികളൊക്കെ ശരി തന്നെ, സമ്മതിക്കണു. പക്ഷെ ജോണിക്കൊരു ശീലമുണ്ട്. എന്ത്? പ്രശ്നം തീർത്ത് കഴിഞ്ഞാൽ ആ റൂട്ടിലെ ആരെങ്കിലും കൊണ്ടുപോയി സൽക്കരിച്ച് വിടുന്ന ഒരു പതിവ്, അതെനിക്ക് പാലിച്ചേ പറ്റൂ. ഇത്തവണ നിർബന്ധമാണോ? നിർബന്ധമാണ്. ആണോ? അതെ, വാദിയാർ ഇന്നുവരെ അത് മുടക്കിയിട്ടില്ല, ഇനിയോട്ട് മുടക്കിയില്ല. അത്രേ ഉള്ളൂ. അതിനെന്താ, കല്യാണ ശേഷം ഞാൻ തന്നെ വരാൻ ലിവർ മോന്റെ കൂടെ കുതംകുളത്തേക്ക്. എന്താ പോരെ? അത് മതി, അത് മതി. മാന്റെ കയ്യിൽ ഡിക്ഷണറിയാ? ഡിക്ഷണറിയല്ല, രാമായണം. പുള്ളിക്കാരന്റെ രാമായണത്തിന് വലിയ കമ്പ രാമായണം. ഈ മാമൻ കഴിഞ്ഞ ജന്മത്തിൽ എന്തായിരുന്നു എന്ന് പറയാമോ? സ്വഭാവം വെച്ച് നോക്കുമ്പോ പെരിച്ചാഴി. അല്ല അല്ല അല്ല, പറയട്ടാ, കുഴിയാന. ഈ കുഴിയും കുത്തിയിരിക്കണ പറഞ്ഞിക്കുഴിയാണ്. അയ്യോ അയ്യോ, നേരെ ഒരുപാടായി. എളുപ്പം വീട്ടിൽ തന്നെ ആകെ പ്രശ്നമാവും. ഞാൻ ജോണി കുഞ്ഞ് നാളെ കല്യാണത്തിനാണ്. പ്രസിഡന്റ്, ടാറിങ് തുടങ്ങിയിട്ട് വേണം എന്റെ ചായക്കിടന്ന് പുതുക്കി പണിയാൻ. എനിക്ക് എന്റെ തിയേറ്റർ ഡോൾബി ആക്കണം. അപ്പൊ ശരി പ്രസിഡന്റ്. അപ്പൊ ഞാൻ ഇറങ്ങുന്നു. ചായക്കടയും തിയേറ്ററും പുതുക്കി പണിയണമെന്ന് ലാഭം ഷെയർ ചെയ്യാൻ വന്നിരിക്കുക രപ്പകള്. അവന്റെ അമ്മയുടെ ടാറിങ് അതിനെത്തിരി പൊളിക്കും. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതേ കരാർ. മാരെ ഒതുക്കി എറിയും. ഈ വിവാഹം ആർക്കൊക്കെ ഉള്ള മറുപടിയാണെന്നറിയാം? എന്നെ കൈക്കൂലിക്കാരൻ എന്ന് വിളിച്ചെടുത്ത പന്ന നാട്ടുകാർക്ക്. എനിക്കെതിരെ പാരമണിഞ്ഞ ഇവിടുത്തെ പ്രതിപക്ഷത്തിന്. എന്റെ മകൾ ഒളിച്ചോടി പോകുന്നു പറഞ്ഞ് ഇവിടുത്തെ തട്ടക്കൂഴിയാ എനിക്ക്. ജോണിമോനെ, നാളെ ജോണിമോനെ മുന്നിൽ നിർത്തി ഞാൻ ഒരു വേലസു ഈ തെണ്ടി പരീക്ഷകളൊക്കെ ഞാൻ ഒതുക്കും. എന്നാലേ എനിക്ക് മനസ്സമാനം കിട്ടും. യോഗം പിരിച്ചുവിട്ടിരിക്കുന്നു. ഇന്ന് മനസ്സമാനായിട്ട് ഉറങ്ങാം. വാ, അവമാനം പ്രിയത്തി. എന്താ ഇയാളെന്തോ നീ പറഞ്ഞു? അങ്ങനെ അങ്ങനെ അങ്ങനോ മുതലാളി? ഇനി മുതൽ ഞാൻ ഗോപാൽ മുതലാളി. ഇനി മേലിൽ എങ്ങനെ വിളിക്കാം? വിളിക്കടാ മുതലാളി. ഒന്നൂടെ മുതലാളി. ഒന്നൂടെ മുതലാളി. ഇനി വന്ന കാര്യം പറ. അടിയോട്ടപ്പോ പറയാൻ വന്ന കാര്യം മറന്നുപോയി. പോയി ഓർത്തിട്ട് വേടാ. അങ്ങനെ അങ്ങനെ അല്ല മുതലാളി, ഓർമ്മ വന്നു. വീഡിയോക്കാരെത്തി. ആ കാര്യം പറയാനാ നേരത്തെ വന്നേ. ഇതെന്തിനാണെന്നറിയോ? ഓർമ്മിക്കാൻ ഇത്രയും സമയമെടുത്തു. നമസ്കാരം പറ. ഓരോ മുക്കും മൂലയും കവർ ചെയ്യണം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്റെ ഭാര്യ അംബുജത്തെ ഫോക്കസ് ചെയ്യരുത്. ഒരു മന്ത്രിയുടെ ഭാര്യയാനുള്ള ഒരു ഗെറ്റപ്പും ആ സാധനത്തിനില്ല. മറിച്ച് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിയമസഭയിൽ അതെന്റെ ഭാവിയെ രൂക്ഷമായി ബാധിക്കും. മനസ്സിലായല്ലോ? ഒരു ക്ലോസപ്പിൽ തന്നെ അവിടെ തുടക്കം. തുടങ്ങിക്കൊള്ളൂ. എന്താ മോളെ, ഇതുവരെ ഒരുങ്ങി തീർന്നില്ലേ? ചെറുക്കനും കുട്ടിനും എത്താറായി. വേഗം വേഗം. നല്ല
ഭാര്യയാകാമായിരുന്നു. മോളെ എടാ മമ്മി നിൽക്കണോ അവിടെ? എനിക്ക് തന്നോട് 2 വർത്തമാനം പറയാനുണ്ട്. അത് കേട്ടിട്ട് താൻ പോയാ മതി. അച്ഛാ മിണ്ടരുത്. താൻ അന്ന് എന്താ എന്നോട് പറഞ്ഞത്? എന്റെ മോൾ ഒളിച്ചോടി പോവുന്നു. അവള് ചൈനീസ് മതിലിയാടും പോലും. താൻ തന്റെ മോളെ വളർത്തിയിരിക്കുന്ന പോലല്ല ഞാൻ എന്റെ മോളെ വളർത്തിയിരിക്കുന്നത്. എനിക്ക് കഴിവുണ്ടെങ്കിൽ ഇപ്പം മരിച്ചു കാണിക്ക്. കേട്ടോടോ തന്ത പിശാച്. ഇത്രയും പറഞ്ഞില്ലായിരുന്നു എനിക്ക് മനസ്സമാധാനം കിട്ടുകയല്ല. ഇപ്പം മനസ്സമാധാനം കിട്ടി. മുത്തശ്ശാ മോൾ ഇതൊന്നും കാര്യാക്കണ്ട. പോയി ഒരുങ്ങിക്കോ. ഇവന്റെ അഹങ്കാരം ഒന്ന് തീർക്കാൻ ഇവിടെ ആരുല്ലേ ഗുരുവായൂരപ്പാ? ഇതറിഞ്ഞിരുന്നേ ഞാൻ വരില്ലായിരുന്നു. ഒന്ന് മാറി നിക്കടോ. ഇദ്ദേഹം എവിടെ? വാ നോക്കാം. വാ 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 വാ. ജോണി നീ ഉടൻ പുറപ്പെടണം. ജോണി ഈ ജൂബേരാ. അയ്യോ ഇത് ചന്ദ്രൻപിള്ള സാറ്, രാമദേവ ട്രാൻസ്പെറന്റ് ഓണർ. മാറി നിക്കോ. സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. നീ വേഗം വാ. എങ്ങോട്ട്? അടിയന്തര റൂട്ട് പ്രശ്നം. അത് പരിഹരിച്ച് തീരൂ. ഇപ്പോഴോ എന്റെ മകളുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. ഇയാൾ ആരാ? അത് ശരിയാവില്ല. ഇപ്പൊ തന്നെ തീർത്തില്ലെങ്കിൽ പിന്നെ കയ്യിൽ നിന്ന് വിട്ടുപോകും. ജോണിക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് ജോണി. ഞാൻ വണ്ടി കൊണ്ടുവന്ന് ഞാൻ എന്ത് ചെയ്യും? എനിക്ക് പോയേ തീരൂ. മൊയിലാളിയല്ലേ വിളിക്കുന്നത്. മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിൽ സമ്മതിച്ചല്ലേ പറ്റൂ. ജോണി വൺ പോയിട്ട് വാ. പോകാമായിരുന്നു, പക്ഷെ ഒരു പ്രശ്നമുണ്ടല്ലോ. എന്ത് പ്രശ്നം? അല്ല മുതലാളി, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ എന്റെ ഒരു ശീലത്തെ പറ്റി. മടങ്ങും വഴി ആ റൂട്ടിൽ ഏതെങ്കിലും ഒരാളെ ഞാൻ കൂടെ കൂട്ടാറുണ്ട്. അത് ഇന്ന് വരെ മുടക്കിയിട്ടില്ല. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യും? വരാമായിരുന്നു, പക്ഷെ ജോണി മോൻ അറിയാമല്ലോ എന്റെ ജീവിതത്തിൽ വലിയൊരു സംഭവമാണ് നടക്കാൻ പോകുന്നത്. അതിൽ പങ്കെടുക്കാൻ ഞാൻ എങ്ങനെയാണ് വരിക? ഓ, അപ്പൊ പ്രസിഡന്റ് കല്യാണ തിരക്കിലാ? അപ്പൊ ഞാൻ എന്ത് ചെയ്യും? എന്നാ വേറെ ആരെങ്കിലും വിളിക്ക്. വണ്ടി കൊണ്ടുവന്ന്. അപ്പോടാ ഓ ഞാനോ? തീർച്ചയായിട്ടും വരായിരുന്നു ജോണിക്കുഞ്ഞെ. സത്യം പറഞ്ഞ ഈ കല്യാണത്തിൽ എനിക്കും ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. ഈ കല്യാണം കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കും ചില തീരുമാനങ്ങൾ എടുക്കാൻ. അതെ അതാ ശരി. ഈ കല്യാണത്തിന് ശേഷം ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അപ്പൊ എല്ലാരും ഈ കല്യാണത്തിന്റെ തിരക്കിലാണല്ലേ? അതെ. എനിക്കാണെങ്കിൽ ആഘോഷിക്കാൻ ആരെങ്കിലും ഒരാളെ കൊണ്ടുപോയേ തീരൂ. ഇപ്രാവശ്യത്തെ ആഘോഷം തനിച്ചാക്കൂ ജോണി കുഞ്ഞെ. നിങ്ങളില്ലാതെ എനിക്ക് എന്ത് ആഘോഷം? അപ്പൊ ഇനി എന്ത് ചെയ്യും ചാക്കപ്പ? അതിനൊരു മാർഗമേ ഉള്ളൂ. എന്ത്? ഈ കല്യാണത്തിന് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളെ വിളിക്കണം. ഈ കല്യാണത്തിന് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളോ? അങ്ങനെ ഒരാളുണ്ടോ ഈ കല്യാണ പന്തലില്? ഉണ്ടല്ലോ. അത്താര് മറ്റാര്? സാക്ഷാൽ കല്യാണ പെണ്ണ് തന്നെ. ഓ, തന്നെ തന്നെ തന്നെ. അപ്പൊ പിന്നെ ഒന്ന് മുട്ടി നോക്കിയാലോ? മീനാക്ഷി, മോളെ മീനാക്ഷി. മോളെ, ഇന്നലെ ചേട്ടൻ രാത്രി കുറച്ച് അൺഫിറ്റ് ആയിരുന്നു. അതുകൊണ്ടൊന്നും പറയാൻ സാധിച്ചില്ല. അൺഫിറ്റ് അല്ല, പൂസായിരുന്നു. അതെ മോളെ മീനാക്ഷി, ജോണി ഒരേ ഒരു തവണയെ വിളിക്കൂ. അതാ ശീലം. ഇതാദ്യമായിട്ടും അവസാനമായിട്ടും ഞാൻ വിളിക്കുക. നിനക്ക് ഈ കല്യാണത്തിൽ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ, എന്റെ കൂടെ പോരാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, നിനക്ക് വേണ്ടി ഒരു മണിയറ ഒരുക്കാൻ ജോണിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ദാ വണ്ടി അവിടെ കിടപ്പുണ്ട്. ഈ പറഞ്ഞ കണ്ടീഷനൊക്കെ ഓക്കെ ആണെങ്കിൽ മോളെ മീനാക്ഷി പോയി വണ്ടി കയറും. ഈശ്വരന്മാരെ, ദേവള് വണ്ടി കയറാൻ പോവാടാ. തങ്കപ്പാ, കുട്ടപ്പാ, കുരിയപ്പാ, അമ്മായിയപ്പാ, ജോണി പോണപ്പാ, ചാക്കപ്പാ, പോയി വണ്ടി റെഡിയപ്പാ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ പെണ്ണിന്റെ അപ്പ
അതെ പോട്ടേട്ടാ. എന്റെ മോള് സിവിൽ എഞ്ചിനീയർ മന്ത്രി കസേര എല്ലാം പോയി. ബോധം പോയപ്പാ. ശരണമയ്യപ്പ, ഇപ്പോഴെങ്കിലും നീ കരിഞ്ഞല്ലോ. വിവേകം നഷ്ടപ്പെട്ട എന്റെ മരുമകനി നീയായിട്ടെങ്കിലും ഒരു അടി കൊടുത്തല്ലോ. നീയാടാ ജോണി ചൊടക്കുട്ടി. എനിക്ക് സന്തോഷമായി. ഒന്ന് നിന്നെ അങ്ങനെ കിളി പൈങ്കിളിയായി. നീ ആള് കൊള്ളാമല്ലോടോ ജോണി. എടാ ചാക്കപ്പ, ഞാൻ അവിടെ പറഞ്ഞ റൂട്ടും ഇവിടെ പറഞ്ഞ റൂട്ടും ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ. നാടകമൊക്കെ തകർത്തില്ലേ? അതാടാ ചന്ദ്രൻപിള്ളയുടെ ബുദ്ധി. ഓ, ഒരു പുത്തി. ഞാൻ ഇന്നലെ ഫോണിൽ കൊണ്ട് ഓതി തന്നല്ലേ ഈ പുത്തി. അത് പിന്നെ അത് പോട്ടെ, എനിക്കൊരു രഹസ്യം അറിയാം. എന്ത്? ഇന്ന് വരെ ഒരു അക്ഷരം ഉരിയാടാതെ നീ എങ്ങനെ ഇവരുടെ മനസ്സിനകത്ത് കയറി പറ്റി? അതിന് ഒരു രഹസ്യമേ ഉള്ളൂ. ആണായിട്ട് പിറക്കണം. ആഹാ, അപ്പൊ കാര്യങ്ങളൊക്കെ മംഗളായല്ലോ. എടാ ചാക്കപ്പ, എന്നാ പിന്നെ കത്തിച്ചു വിടറ പുഷ്പക വിമാനം.